ട്രെയിനുകൾക്ക് നേരെ അടിക്കടി ഉണ്ടാകുന്ന കല്ലേറുകളും അതിക്രമങ്ങളും വർദ്ധിച്ച സാഹചര്യത്തിൽ കുറ്റക്കാരെ കണ്ടെത്താൻ കർശന നടപടിയുമായി റെയിൽവേ സ്റ്റേഷനുകളിലും പ്ലാറ്റ്ഫോമുകളിലും കർശന പരിശോധനയും ബോധവൽക്കരണവും നടത്തും. CCTV-കൾ, പ്രാദേശിക അന്വേഷണങ്ങൾ എന്നിവ വഴി കല്ലെറിയുന്നവരെ RPF കണ്ടെത്തും. കഴിഞ്ഞ 14 മാസത്തിനിടെ സംസ്ഥാനത്ത് 72 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. വിവരങ്ങളുമായി ശിവദാസ് കന്മനം ചേരുന്നുണ്ട്. ശിവദാസ്, അതായത് ഈ അങ്ങാടിയിൽ തോറ്റതിന് അമ്മയുടെ നെഞ്ചത്ത് എന്നൊക്കെ പറയുന്നത് പോലെയാണ്. എന്ത് വന്നാലും റെയിൽവേയുടെ മണ്ടയിൽ കയറാൻ കുറച്ചു പേരുണ്ട്. അത് നമുക്ക് അറിയുള്ള കാര്യമാണ്. ഇവിടെ ഒരു ഹർത്താലൊക്കെ നടക്കുമ്പോൾ കണ്ടിട്ടുള്ള കാര്യമാണല്ലോ. എന്തായാലും കഴിഞ്ഞ കുറച്ചു നാളുകളുടെ കണക്ക് പരിശോധിച്ചാൽ ഞെട്ടിക്കുന്നതാണ്. റെയിൽവേ കർശന നടപടിയുമായി ഇതിനെതിരെ മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. എന്താണ് റെയിൽവേ ഈ വിഷയത്തിൽ എടുക്കുന്ന തീരുമാനം? തീർച്ചയായും ഈ അടുത്ത കാലത്തായി ഇത്തരത്തിൽ ട്രെയിനുകൾക്ക് നേരെയുള്ള ആക്രമണം കൂടുതലായി ഇരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട്. അതായത് പ്രത്യേകിച്ച് മലബാർ മേഖലയിലാണ് ഇത്തരത്തിൽ റെയിൽവേക്ക് നേരെ കല്ലെറിയുന്ന ഒരു സാഹചര്യം ഉള്ളത്. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ഇത് തുടർന്നുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ 2 മാസത്തിന് മുൻപാണ്, അതായത് മാർച്ച് മാസത്തിലാണ് PG വിദ്യാർത്ഥിനിയായ ഐശ്വര്യ രാമകൃഷ്ണന് ഗുരുതരമായി ഇങ്ങനെയൊരു സംഭവത്തിൽ ഗുരുതരമായി പരിക്കേറ്റിരുന്നത്. പിന്നീട് ആ കുട്ടി ഏറെ നാൾ ആശുപത്രിയിൽ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കണ്ണിനും അതോടൊപ്പം തന്നെ താഴെയുള്ള 2 പല്ലുകൾ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. നിരവധി ദിവസം ആ കുട്ടി ആശുപത്രിയിൽ കഴിഞ്ഞു. അത്തരത്തിൽ നിരവധി സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ അടുത്ത കാലത്താണ് ഇത്തരത്തിൽ ട്രെയിനിന് നേരെ കല്ലെറിയുന്ന ഒരു കൂടുതൽ പ്രവണത നമ്മൾ കാണുന്നത്. ഇതിനെതിരെ കർശനമായ ഒരു നടപടിയുമായി റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് ഇപ്പോൾ മുന്നോട്ട് പോകുകയാണ്. അതായത് ജനങ്ങൾക്കിടയിൽ കൃത്യമായ ബോധവൽക്കരണം നടത്തുക, അതോടൊപ്പം തന്നെ റെയിൽവേ കേന്ദ്രീകരിച്ചുകൊണ്ട് CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുക, ഇത്തരത്തിൽ കല്ലെറിയുന്ന മേഖല കണ്ടെത്തി ആ ഭാഗങ്ങളിലുള്ള കടകളും അതോടൊപ്പം തന്നെ വീടുകൾ ഉണ്ടെങ്കിൽ അത്തരത്തിൽ ലഭിക്കാവുന്ന തരത്തിലുള്ള ദൃശ്യങ്ങൾ അത് ശേഖരിച്ച് അത് കൃത്യമായി തന്നെ പരിശോധിച്ച് നടപടികൾ എടുക്കുക എന്നുള്ള കൃത്യമായൊരു നടപടികളിലേക്ക് റെയിൽവേ RPF ഇപ്പോൾ പോകാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ 14 മാസത്തിനിടെ സംസ്ഥാനത്ത് ആകെ 72 കേസുകളാണ് ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് റെയിൽവേ എത്താനുള്ള ഒരു കാരണം. പ്രത്യേകിച്ച് കേരളത്തിലാണ് ഇത്തരത്തിലുള്ള ട്രെയിനുകൾക്ക് നേരെയുള്ള ഒരു ആക്രമണം കൂടുന്നത്. നമുക്കറിയാം, വന്ദേ ഭാരത് റെയിൽ സർവീസ് ആരംഭിച്ച ആ സമയത്തൊക്കെ തന്നെ ഇത്തരത്തിൽ വന്ദേ ഭാരതിന് നേരെ കല്ലേറുണ്ടായിരുന്നു. അങ്ങനെ ഏറ്റവും ആധുനികമായി പുറത്തിറങ്ങുന്ന ട്രെയിനുകൾക്ക് നേരെ പോലും കല്ലേറുണ്ടാകുന്ന ഗുരുതരമായ പരിക്കേൽക്കുന്ന സാഹചര്യം, അതോടൊപ്പം തന്നെ ട്രെയിനുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്ന ഒരു സംഭവങ്ങൾ ഉണ്ടാകുന്ന, ട്രെയിനുകളുടെ ചില്ലുകൾ എറിഞ്ഞ് തകർക്കുന്ന സംഭവങ്ങൾ ഉണ്ടാകുന്നു. ഇത്തരത്തിൽ റെയിൽവേക്ക് വലിയ നഷ്ടങ്ങൾ ഉണ്ടാകുന്നു, യാത്രക്കാർക്ക് ഗുരുതരമായ പരിക്കേൽക്കുന്ന സംഭവങ്ങൾ ഉണ്ടാകുന്നു. ഇത് തുടരുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ റെയിൽവേ കർശനമായ നടപടികളിലേക്കും ബോധവൽക്കരണ പരിപാടികളിലേക്കും പോകുന്നത്. സ്കൂളുകൾ കേന്ദ്രീകരിച്ച് അടക്കം ഇത്തരത്തിൽ ബോധവൽക്കരണം നടത്താനുള്ള ഒരു തീരുമാനത്തിലാക്കിയാണ് റെയിൽവേ എത്തിയിരിക്കുന്നത്. ഇത്തരം കേസുകളിൽ പെടുന്ന കുറ്റക്കാർക്കെതിരെ സെക്ഷൻ 150, 152, 153, 154 എന്നീ വകുപ്പുകൾ ചുമത്തും. അതായത് 10 വർഷം വരെ ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന തരത്തിലുള്ള വകുപ്പുകളാണ് ഇങ്ങനെ പിടിക്കപ്പെടുന്ന ആളുകൾക്കെതിരെ ചുമത്തുന്നത്. 2025 ജനുവരി മുതൽ 2026 മാർച്ച് വരെയുള്ള 14 മാസത്തിനിടെയാണ് സംസ്ഥാനത്ത് ഇത്തരത്തിൽ 72 ആക്രമണങ്ങൾ ഉണ്ടായത്. പാലക്കാട് ഡിവിഷൻ്റെ കീഴിൽ 32 ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. തിരുവനന്തപുരം ഡിവിഷന് കീഴിൽ 40 കല്ലെറിഞ്ഞ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. തിരുവനന്തപുരം ഡിവിഷൻ്റെ കീഴിൽ വിവിധ കേസുകളിലായി 32 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ പലപ്പോഴും പലരെയും കണ്ടെത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായ ഒരു സംഭവം. അതിനെ തടയിടുക എന്ന ലക്ഷ്യത്തോട് കൂടിയാണ് ഇത്തരത്തിൽ CCTV ദൃശ്യങ്ങളടക്കം കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണത്തിലേക്ക് ഇപ്പോൾ റെയിൽവേ കടന്നിരിക്കുന്നത്. അതിൻ്റെ കൃത്യമായ നടപടികളിലേക്ക് വരും ദിവസങ്ങളിൽ ഈ ഒരു നടപടികളും അതോടൊപ്പം തന്നെ പരിശോധനകളും ശക്തമാക്കാനും ഉള്ള ഒരു തീരുമാനത്തിൽ തന്നെയാണ് റെയിൽവേ ഉള്ളത്. ഈ കഴിഞ്ഞ 14 മാസത്തെ കണക്കുകൾ എടുക്കുമ്പോഴാണ് അതിൽ മാത്രം സംസ്ഥാനത്തെ 72 സംഭവങ്ങളാണ് ഉള്ളത് എന്നുള്ളതാണ് റെയിൽവേയുടെ കണക്ക്. എന്തായാലും റെയിൽവേ ഈ കുറ്റക്കാരെ കണ്ടെത്താനായി തക്ക ഒരു നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. CCTV-കളൊക്കെ കേന്ദ്രീകരിച്ചാണ് ഇത്തരം കേസുകളുമായി മുന്നോട്ട് പോകുന്നത്. റെയിൽവേ ആയതുകൊണ്ട് തന്നെ നല്ല മൊത്തം പണി കിട്ടും. അതെ, അക്കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇനി നമ്മുടെ കമന്റ് ബോക്സിലേക്ക് വന്നാൽ ഉഷ നെല്ലൂർ ചോദിക്കുന്നുണ്ട്, ഈ കല്ലെറിയുന്നത് ആരാകുമെന്ന്. എന്തായാലും അതിൽ ചെറിയൊരു പരിഹാസം കൂടി ഒളിഞ്ഞു കിടപ്പുണ്ട്. അതുപോലെ ഒരുപാട് കമൻസ് ഉണ്ട്. നമ്മുടെ സ്ഥിരം പ്രേക്ഷകരുണ്ട്, പുതിയ പ്രേക്ഷകരുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ശുഭദിനം നേരുന്നു. എല്ലാവർക്കും സുപ്രഭാതം. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുഗതാഗതം ഉപയോഗിക്കാൻ പറഞ്ഞതിനെ ഓർമ്മിപ്പിക്കുന്ന അഷ്റഫ് എന്ന പ്രേക്ഷകനുണ്ട്.
അങ്ങനെ നമ്മുടെ കമന്റ് ബോക്സ് കല്ലെറിയുന്നത് ചില മനോരോഗികളാണ്, അതൊരു മനസ്സുഖമാണ് എന്ന് വോയിസ് എന്നുള്ള പേരിലുള്ള പ്രേക്ഷകൻ പറയുന്നു. അങ്ങനെ നിരവധി പ്രേക്ഷകർ ആ പരിസരത്ത് താമസിക്കുന്നവർക്കറിയാം അതാരാണ് എന്നൊക്കെ, അല്ലേ?